ഇടക്കൊച്ചിയിൽ ആന ഇടഞ്ഞു. ഇടക്കൊച്ചി ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് കൊണ്ടുവന്ന ഊട്ടോളി മഹാദേവൻ എന്ന ആനയാണ് ഇടഞ്ഞത്. 3 കാറും ബൈക്കുകളും ആനയെ കൊണ്ടുവന്ന ലോറിയും ഉൾപ്പെടെ തകർത്തു. തിടമ്പേറ്റുന്നതിന് മുൻപ് കുളിപ്പിക്കാനായി കൊണ്ടുപോയപ്പോഴാണ് ആന ഇടഞ്ഞത്. കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാൽ ചേരുന്നു. സുധീഷ്, സംഭവത്തിൽ ആളപായമൊന്നുമില്ലല്ലോ, വാഹനങ്ങൾ മാത്രമല്ലേ ആന തകർത്ത് കളഞ്ഞിട്ടുള്ളൂ. ഇപ്പോൾ ആനയെ തളയ്ക്കാൻ സാധിച്ചിട്ടുണ്ടോ? ദേവിയെ ആനയെ പൂർണ്ണമായും തളച്ചു എന്ന് പറയാറായിട്ടില്ല. എന്നാൽ ആനയെ നിയന്ത്രണ വിധേയമാക്കിയിട്ടുണ്ട്, കുരുക്ക് ഇട്ടിട്ടുണ്ട്. എന്നാൽ പൂർണ്ണമായും ആനയെ തളച്ചു നിർത്താനായിട്ടില്ല. ഇപ്പോഴും ആ കെട്ടുകൾ പൊട്ടിക്കുന്നതിനുള്ള ശ്രമം ആനയുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട്. നിരവധി വാഹനങ്ങളാണ് തകർത്തത്. പാപ്പാൻ നേരിയ പരിക്കുണ്ട്. ഇന്ന് വൈകിട്ട് ഒരു 5:30യോടെയാണ് സംഭവം ഉണ്ടാകുന്നത്. ഈ ഇടക്കൊച്ചിയിലെ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൽ ഉത്സവത്തിന് പകൽപൂരത്തിനായി കൊണ്ടുവന്നതായിരുന്നു ആനയെ തിടമ്പേറ്റുന്നതിന് മുമ്പ് കുളിപ്പിക്കാനായി സമീപത്തെ മറ്റൊരു ക്ഷേത്രത്തിലേക്ക് കൊണ്ടുപോയപ്പോഴാണ് ആന ഇടഞ്ഞത്. തുടർന്നാണ് ആന വിരണ്ടോടുകയും ആ പ്രദേശത്താകെ തന്നെ ഭീകരാന്തരീക്ഷം സൃഷ്ടിക്കുകയും ഈ ആനയെ കൊണ്ടുവന്ന ലോറി, മറ്റ് കാറുകൾ, സ്കൂട്ടറുകൾ അടക്കമുള്ള വാഹനങ്ങളാണ് തകർത്തത്. ഇപ്പോൾ ആന ഈ ക്ഷേത്ര വളപ്പിൽ തന്നെ നിൽക്കുകയാണ്, ആ മൈതാനത്ത് തന്നെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഏറെക്കുറെ നിയന്ത്രണ വിധേയമാണ് ആനയെ കൊണ്ടുള്ള ഭീഷണി എന്നത് ആണ് ഇപ്പോൾ വിലയിരുത്താൻ സാധിക്കുന്നത്. എന്നാൽ പൂർണ്ണമായും തളച്ച് അതിനെ ബന്ദി ആക്കുന്ന ഒരു സാഹചര്യത്തിൽ മാത്രമേ പൂർണ്ണമായും ഇതിന്റെ പ്രശ്നങ്ങൾ, ആശങ്കകൾ ഒഴിഞ്ഞു, ഭീതി മാറി എന്ന് പറയാൻ പറ്റൂ. ഇപ്പോഴും അതിനുള്ള ശ്രമങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ദേവിക, സുധീഷ്, അവിടെ നിന്ന് ആളുകളെ ഒഴിപ്പിക്കുന്നുണ്ടോ? പൂർണ്ണമായും ആനയെ തളയ്ക്കാൻ കഴിയാത്തൊരു സാഹചര്യമുണ്ട്. അതിനുള്ള ശ്രമങ്ങൾ വീണ്ടും അവിടെ തുടരുക തന്നെയല്ലേ? ദേവിക, തീർച്ചയായും ആ ഭാഗത്തേക്ക് ആളുകൾ എത്തരുതെന്ന് പോലീസും മറ്റും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി പറയാവുന്നത്, പ്രധാന റോഡിലേക്ക് ആന ഓടിയെത്താൻ ഏതാണ്ട് 100 മീറ്റർ മാത്രമാണ് ദൂരം. അതുകൊണ്ട് തന്നെ ഈ മൈതാനത്ത് നിന്നും പുറത്തേക്ക് വന്ന് റോഡിലേക്ക് വന്നാൽ അത് വലിയ രീതിയിലുള്ള അക്രമങ്ങൾക്ക് ഇല്ലെങ്കിൽ അപകടങ്ങൾക്ക് കാരണമാകുമെന്ന ആശങ്കയുണ്ട്. എന്നാൽ അത്തരമൊരു അവസ്ഥയിലേക്ക് പോകാതെ ആനയെ തളയ്ക്കാൻ കഴിയും എന്ന പ്രതീക്ഷയിൽ തന്നെയാണ് ഇപ്പോൾ പോലീസും മറ്റ് ഇതുമായി ബന്ധപ്പെട്ട പ്രവർത്തിക്കുന്നവരെല്ലാം തന്നെ ഉള്ളത്. ആനയുടെ കുരുക്ക് അത് പൂർണ്ണമായും മുറുക്കാനും അവിടെ ബന്ദിയാക്കാനും സാധിക്കും എന്ന പ്രതീക്ഷ തന്നെയാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ ആനയൊന്ന് ശാന്തനാക്കേണ്ടതുണ്ട്. ഇപ്പോഴും ആന ഒരു അക്രമ സ്വഭാവത്തിൽ തന്നെയാണ് നിൽക്കുന്നത്. അതിൽ നിന്ന് മാറ്റം വന്ന് ആനയൊന്ന് ശാന്തമാക്കുന്നതിനുള്ള ശ്രമങ്ങളും പാപ്പാന്മാരുടെയും മറ്റു നേതൃത്വത്തിൽ നടക്കുന്നുണ്ട്. ദേവിക, ശരി. സുധീഷ് ഗോപാലാണ് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്.